ഇന്ന് അന്താരാഷ്ട്ര വായനാ ദിനമാണല്ലോ. ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പുസ്തകങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കുകളാണ്. ഈ ഒരു ഭാഗത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി ബുക്കുകളാണ്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ ഖറദാവിയുടെ ഫത്വകൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. മഹദൂമും പൊന്നാനിയും പിന്നെ ഒരു അറബ് കവിതകൾ, മാതൃഭൂമിയുടെ 100 അറബ് കവിതകൾ, പിന്നെ ഹജ്ജ് ഉംറയെക്കുറിച്ചുള്ള ഇതിൽ കൂടുതലുള്ളത് ചരിത്ര പുസ്തകങ്ങൾ തന്നെയാണ്. പിന്നെ കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവം, അത് ഞാൻ വാങ്ങിയൊരു പുസ്തകങ്ങളാണ്. പിന്നെ റമദാനെ കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് ഖലീൽ ജിബ്രാൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്നുള്ള ഒരു ബുക്ക്. DC പുറത്തിറക്കിയൊരു പുസ്തകമാണ്. പിന്നെ ഖിലാഫത്തും രാജവാഴ്ചയും, പിന്നെ ഒരു ഡിക്ഷണറി അതിലുണ്ട്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ ബിന്യാമിൻ്റെ ഒരു പുസ്തക സമാഹാരമാണ്. ഇതെനിക്കൊരു ഉസ്താദ് സമ്മാനിച്ചതാട്ടാ, ബിന്യാമിൻ്റെ ഇതിൻ്റെ കഥകളുടെ ഒരു സമാഹാരം. പിന്നെ എനിക്ക് സുപ്രഭാതം പത്രത്തിൽ നിന്ന് ഒരു പെരുന്നാൾ ഓർമ്മകൾ എന്ന് എഴുതിയതിന് എനിക്ക് സമ്മാനമായിട്ട് തന്നാണ് ആനന്ദിൻ്റെ ജീവിതം സംഭാഷണം പഠനമെന്ന് പറയുന്ന പുസ്തകം. ഇതെനിക്ക് സുപ്രഭാതമാണ് ഇതെനിക്ക് സമ്മാനിച്ചത്. ഇതാ കണ്ട, വിദ്യാപ്രഭാതം സംഘടിപ്പിച്ച സുപ്രഭാതത്തിൻ്റെ ഒരു പേജാണ് വിദ്യാപ്രഭാതം. അതിൽ പെരുന്നാൾ ഓർമ്മകൾ എഴുത്തിന് മത്സരത്തിൽ 2ാം സ്ഥാനത്തിനാണ് ഇത് തന്നത്. എഡിറ്റർ വിദ്യാപ്രഭാതം, സുപ്രഭാതം ഡയലി. അപ്പോൾ സുപ്രഭാതം തന്ന ആനന്ദിൻ്റെ ഒരു പുസ്തകം ആണ് ഇതിലുള്ളത്. പിന്നെ ഒരു സൂഫി ഗ്രന്ഥമാണ്, അറബിക് ഗ്രന്ഥം. പിന്നെ ഇതിൻ്റെ ഒരു കേന്ദ്ര സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇതിലുണ്ട്. സാധാരണ ഇതിൽ അറബി ഗ്രന്ഥങ്ങൾ പൊതുവേ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ തഫ്ഹീമുൽ ഖുർആൻ ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ കണ്ട, അതിൽ കുറേ അറബിക്ക് ചരിത്രങ്ങൾ, ഇന്ത്യൻ ചരിത്രങ്ങൾ, ഹിസ്റ്ററി ഓഫ് മിഡ്വെൽ ഇന്ത്യ, അങ്ങനെ അതിൽ ഇംഗ്ലീഷും മലയാളത്തിലുമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് ഖലീലാവതിംന, എല്ലാവരും അറബിക് കഥകളുള്ളത്. പിന്നെ ഇതിൽ ഏതാണ്, പിന്നെ പുസ്തകങ്ങളൊക്കെ നല്ലപോലെ വെച്ചതൊക്കെ കോളായി, മുദ്ര ചികിത്സകൾ, അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഉമർ അള്ളാഹിനെ കുറിച്ചിട്ട്, ഇസ്ലാം ഇതിലിങ്ങനെ നോക്കിയാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെ സൂഫിസത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഏകദേശം ഒരു 200-ലധികം പുസ്തകങ്ങളുണ്ട്. 200-അല്ല, 200-ൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. എന്തായാലും ഇന്ന് വായനാ ദിനമാണല്ലോ. എൻ്റെ നാട്ടിലെ വായനശാലയാണ് നളന്ദ കലാകേന്ദ്രം. അതാണ് എന്നെ വായന പഠിപ്പിച്ചത്. ഒരു ലൈബ്രറിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത്. മറ്റേ കൂട്ടത്തിൽ എനിക്കൊരു പുസ്തകം ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പുസ്തകം എന്ന് പറഞ്ഞത് ഒരു അപൂർവ ഇനം പുസ്തകമാണ്. ഇതൊരു വലിയ സൂഫി ഗുരു സമ്മാനിച്ച പുസ്തകമാണ്.